വാർത്തകൾ വിശദമായി. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സ്ഥിരീകരണത്തിന് പിന്നാലെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുകയാണ്. വിനയ, കേസിലെ ഏറ്റവും വലിയ നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടി പീഡനത്തിനിരയായി, അതുപോലെ തന്നെ അച്ഛന്റെ ബന്ധു കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കറുത്ത 3 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൂചന അടക്കം തന്നിരുന്നെങ്കിലും ഇപ്പോൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധു പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോക്സോ ബാലനീതി വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസാണ്, അതായത് അച്ഛന്റെ വീടിന് സമീപത്തുള്ള പോലീസാണ് പുത്തൻകുരിശ് പോലീസാണ് ഇയാൾക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ഒന്നിലേറെ തവണ ശാരീരിക ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തടക്കം തന്നെ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യത്തിലടക്കം തന്നെ ഒരു അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളെ അടക്കം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 വയസ്സുകാരിയുടെ മരണമായതിനാൽ തന്നെ വളരെ അതീവ സുരക്ഷയോടെ തന്നെയായിരുന്നു, രഹസ്യമായി തന്നെയായിരുന്നു പോലീസ് ഈ ബന്ധുക്കളെ അടക്കം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഈ കഴിഞ്ഞ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ഓരോരുത്തർ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കുട്ടിയുടെ ഈ ബന്ധുവായിട്ടുള്ള ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷവും പോലീസിന് സംശയമാവുകയും പിന്നെയും പോലീസ് സ്റ്റേഷനിൽ തന്നെ വെക്കുകയും ചോദ്യം ചെയ്യൽ തുടരുകയുമായിരുന്നു. പോലീസിനോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോഴും ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്ന് തന്നെയായിരുന്നു പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. തുടർന്ന് ഈ വീണ്ടും ചോദ്യം ചെയ്യലാണ് ഇയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത ബന്ധുവാണ് ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ പോലീസിന് ബന്ധപ്പെട്ട് കുട്ടി പീഡനത്തിന് ഇരയായി എന്നൊരു സൂചന വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടുവിടുന്ന ആളുകൾ, കുട്ടിയുമായി അടുത്തിടപഴകുന്ന ആളുകൾ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുട്ടിയെ അമ്മ മാത്രമല്ല അംഗനവാടിയിൽ കൊണ്ടുവിടുന്നുണ്ടായിരുന്നത്, കുട്ടി അടുത്ത വീട്ടിലെ ആളുകളോടൊപ്പം അംഗനവാടിയിൽ പോകുന്നുണ്ടായിരുന്നു, ബന്ധുവിന്റെ കൂടെ അംഗനവാടിയിൽ പോകുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബന്ധുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. ബന്ധു കുട്ടിയെ പീഡനത്തിനിരയാക്കി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം തന്നെ പോലീസ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയായിരുന്നു ഈ കേസ് അടക്കം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നതും. ഇപ്പോൾ ആ പ്രതി പോലീസിന്റെ കസ്റ്റഡി തന്നെയാണുള്ളത്. പുത്തൻകുരിശ് പോലീസാണ് ഈ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കേസ് ഈ ചെങ്ങമനാട് പോലീസാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിരിക്കുന്നത്. ആ കേസിലാണ് അമ്മ സന്ധ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മ സന്ധ്യയും ചോദ്യം ചെയ്യാൻ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നതടക്കം തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ചെങ്ങമനാട് പോലീസും എത്തിയിരിക്കുന്നത്. അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്ക് അറിയുമോ എന്നതടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട്.
പ്രധാനമായും ആദ്യം ഈ കുട്ടിയെ ആലുവയിൽ വെച്ച് കാണാതായി എന്നായിരുന്നു അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്കൂളിലേക്ക് വലിച്ചെറിഞ്ഞു പറയുകയായിരുന്നു. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് അറിവുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ചെങ്ങമനാട് പോലീസും എന്ന് പറയുന്നത്. ഈ ഡിവൈഎസ്പി അടക്കം തന്നെ നേരിട്ടെത്തിക്കൊണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ സന്ധ്യക്കെതിരെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഈ തെളിവെടുപ്പും മറ്റും നടത്തുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് എന്തായാലും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. SP മാധ്യമങ്ങളെ കാണാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SP മാധ്യമങ്ങളെ കണ്ടതിനു ശേഷമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളടക്കം തന്നെ പുറത്തു വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഈ കുട്ടിയുടെ വീടും പരിസരങ്ങളുമാണെങ്കിൽ അടുത്തടുത്തുള്ള വീടുകളാണ്, ഒരു മതിൽ ഇല്ലാത്ത വീടുകളാണ്. അത്തരത്തിൽ ഏത് സമയം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന അത്രത്തോളം അടുത്തിടപഴകുന്ന ആളുകളുള്ള സ്ഥലങ്ങളാണ് ഈ കുട്ടിയുടെ അച്ഛന്റെ വീടിന്റെ പരിസരവും മറ്റുമുള്ളത്. ഇത്തരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് കുട്ടി പീഡനത്തിനിരയായത് തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായും ഈ പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും ഈ കേസ് അന്വേഷിച്ച് വരുമ്പോഴും ഇയാളെ ചോദ്യം ചെയ്ത് വരുമ്പോഴുമാണ് ഇയാൾക്കെതിരെ മറ്റൊരു പോക്സോ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് പോലീസിന് വ്യക്തമായത്. പിന്നീട് അത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ട്, ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്, കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് പിന്നീട് ഈ ഒരു അന്വേഷണം അടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. ചെങ്ങമനാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലടക്കം തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതമടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കുറ്റം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറ്റസമ്മതമടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ അവസ്ഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉച്ചയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തു, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടി പീഡനത്തിനിരയായിരിക്കുന്നത് അച്ഛന്റെ വീട്ടിൽ വെച്ചായിരിക്കാം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അച്ഛന്റെ അതായത് ബന്ധുവാണ് ഈ ഒരു അല്ലെങ്കിൽ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് അനുസരിച്ച്. അത് എവിടെ നിന്നാണ്, അതിന്റെ സാധ്യതകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇയാൾ കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടുവിടുന്ന സാഹചര്യം അടക്കമുണ്ട്. അത്തരത്തിൽ അംഗനവാടിയിൽ കൊണ്ടുപോകുമ്പോഴാണോ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം നടത്തിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണോ ലൈംഗികമായി ചൂഷണം നടത്തിയത് എന്നതുമായി എന്നതുമായി ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ കാര്യമായതിനാൽ തന്നെ വളരെ രഹസ്യമായിട്ടാണ് പോലീസ് ഈ കാര്യം അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ചു പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നതിനും നമുക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടിയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ പ്രതിയുടെ അടക്കം തന്നെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ കാണിക്കുന്നതിലടക്കം തന്നെ നമുക്കും ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം രഹസ്യമായാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ അമ്മയുടെ കാര്യമാണെങ്കിലും അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുമുള്ള വിവരം അറിയാമായിരുന്നോ എന്നൊരു ചോദ്യമാണ്. അതിനുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അറിയുമോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഓരോ ബന്ധുക്കളെയും വിളിച്ചിരുത്തി ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലൂടെയാണ് ഈ പ്രതിയിലേക്ക് അടക്കം പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതി കുറ്റസമ്മതം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എവിടെ വെച്ചാണ് ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചത്, അതും ഒരു തവണയല്ല പല തവണയായി കുട്ടി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഏത് സാഹചര്യത്തിലാണ് എന്നതടക്കം കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സൂചന മാത്രമാണ് നൽകിയത്. കാരണം കുട്ടിയെ അംഗനവാടിയിലേക്ക് മറ്റും അമ്മ മാത്രമല്ല, കുട്ടി അടുത്ത ബന്ധുക്കളുടെ കൂടെ അംഗനവാടിയിലേക്ക് പോകാറുണ്ട്. അയൽപ്പക്കക്കാരുടെ കൂടെ അയൽപ്പക്കത്തെ കുട്ടികളോട് കൂടി
ഇത്തരത്തിൽ പോകാറുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണോ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതിനുള്ള ഒരു ശരി ഉത്തരം നമുക്കും ലഭിക്കുകയുള്ളൂ ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളത്. ആദ്യം നമുക്കറിയാം കേസിന്റെ നാൾവഴികൾ പറയുകയാണെങ്കിൽ തന്നെ ആദ്യം ഒരു മിസ്സിംഗ് കേസായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു കേസായിട്ട് അത് മാറുന്നു. ഇപ്പോൾ കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതൊരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായിട്ടുണ്ട് എന്നൊരു ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് 3.5 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 3.5 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു കുട്ടിയാണ് പല തവണയായി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അത് പല തവണയായി കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിച്ച് വരികയാണ്. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഏത് സാഹചര്യം എന്നതിലടക്കം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാൾ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. ശരി, എറണാകുളം തിരുവാങ്കുളത്താണ് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കുട്ടി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കുട്ടിയുടെ ബന്ധു ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ വേഴപ്രയിൽ ഭർത്താവ് ഭാര്യയെ